ഹലോ ഗൈസ്, ഏലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ടിപ്പിക്കലി ചെയ്യുന്ന വീഡിയോയ്ക്ക് പകരം നമ്മൾ പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂ ഇയറിൻ്റെ പുതിയ പ്ലാൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു നമ്മുടെ ചാനലിൽ ഇനിയിപ്പം നമ്മൾ ട്രാവൽ വീഡിയോസ് ചെയ്യുമെന്നുള്ളത്. സോ അങ്ങനത്തെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്ന ഒരു അറ്റംപ്റ്റാണിത്. ട്രാവൽ വീഡിയോസ് എത്രത്തോളം വിജയിക്കും, എങ്ങനെ ചെയ്യും, നമ്മളിതിനു മുമ്പ് ട്രാവൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വിജയിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊന്ന് അറിയണ്ടേ. സോ അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ, നല്ല രീതിയിലാണോ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നമ്മളെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്നായിരിക്കും അല്ലേ ഇപ്പം നിങ്ങളുടെ ഡൗട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ആക്ച്വലി തമിഴ്നാട്ടിലുള്ള കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മുന്തിരിത്തോട്ടത്തിലേക്കാണ് നമ്മുടെ ഈ ഫസ്റ്റ് യാത്ര. അപ്പം മുന്തിരിത്തോട്ടം കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആളുകൾ കാണുമല്ലോ. സോ ഇത് എവിടെ നിന്നാണ് നമ്മളിപ്പോൾ എല്ലാവരും മുന്തിരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സോ അപ്പോൾ അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അതിൻ്റെ സീസൺ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ മുന്തിരിത്തോട്ടത്തിൽ നമുക്കൊന്ന് പോയി നോക്കാം, മുന്തിരിങ്ങ ഉള്ള സമയമാണോ അതോ മുന്തിരിങ്ങ ഇല്ലാത്ത സമയമാണോ എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ വഴിക്കാഴ്ചകളിലേക്ക് പോവാം. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും പലർക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഞാൻ ബേസിക്കലി ആരാണ്, എവിടെയാണ് എൻ്റെ സ്ഥലം, ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് തോന്നിയിട്ട് കാണുമല്ലേ. സോ അതിനുള്ളൊരു ആൻസറും കൂടെ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഞാനൊരു കട്ടപ്പനക്കാരനാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കട്ടപ്പന അടുത്ത് തന്നെയാണ്. ഒരു കട്ടപ്പനയിൽ നിന്ന് അറൗണ്ട് ഒരു ഇത്തിരി ദൂരം കൂടെ മാറിയിട്ടാണ്, എങ്കിലും നമ്മൾ ബേസിക്കലി കട്ടപ്പനക്കാരാണ്. സോ അപ്പം ഈ കട്ടപ്പനയിലുള്ള ഒരാളായതുകൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ നാട്ടിൽ പോരാൻ വേണ്ടി, ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് കേട്ടോ, അത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഞാൻ ബേസിക്കലി ഒരു IT പ്രൊഫഷണലാണ്. സോ ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആക്ച്വലി നമ്മുടെ തിരക്കില്ലാത്ത സമയങ്ങളിൽ, അതേപോലെ ഓഫ് ഡേയ്സ് ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ നാട്ടിൽ പോരും. അതേപോലെ തന്നെ കൂടുതൽ സമയം നമ്മൾ അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ നടത്താറുമുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ കട്ടപ്പനക്കാരനായതുകൊണ്ടും കട്ടപ്പനയുടെ അടുത്ത്, നിങ്ങൾക്ക് കട്ടപ്പന വന്നിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ വന്നിട്ടുള്ള ആളുകൾക്കറിയാം, കട്ടപ്പനയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന തമിഴ്നാടും കമ്പവും ഒക്കെ. കാരണം കട്ടപ്പനയിൽ നിന്ന് കുമളി പോയിട്ട് നമുക്ക് ആ വഴി വേണേൽ കമ്പത്തിന് പോകാം. അതേപോലെ തന്നെ കമ്പംമെട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ആ വഴി വേണമെങ്കിലും നമുക്ക് കമ്പത്തിന് പോകാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആ റോഡ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുമളി വേണോ അതോ കമ്പംമെട്ട് വഴി പോകണോ എന്നുള്ളത് ആക്ച്വലി ഡിസൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ പുളിയമ്പല ചെന്ന് കഴിയുമ്പം, പുളിയമ്പല എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം പുളിയമ്പല ചെന്നിട്ട് അവിടുന്ന് നമ്മൾ ഈ വഴി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏത് വഴിയാണ് കൂടുതൽ ആപ്റ്റെന്ന് തോന്നുന്നു, ഏതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു, ആ വഴി പോകുന്നു. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് പോകുമ്പോൾ കുമളി വഴിക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് വൈസ് കുറച്ച് ദൂരെ കൂടുതലുണ്ട്. കമ്പംമെട്ട് വഴി പോകുമ്പോൾ ദൂരെ കുറവുണ്ട്. ഓക്കെ, ഇപ്പം കണ്ടോ, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞോളൂ, നമ്മൾ തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ട് കണ്ടോ തമിഴ്നാട് ബസ്സുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തമിഴ്നാട് അതിർത്തി ജില്ലയാണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ തമിഴ്നാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മൾ വന്നപ്പം തൊട്ട് തന്നെ കമ്പത്തുനിന്ന്, അത് ആക്ച്വലി കമ്പത്തുനിന്ന് വരുന്ന ബസ്സാണ്. സോ അതിപ്പം കട്ടപ്പന വരും. കട്ടപ്പനയിൽ നിന്ന് ആളുകളെ എടുത്തിട്ട് അത് തിരിച്ച് ഈ പറയുന്ന കമ്പം തേനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. കമ്പം ആക്ച്വലി തേനി ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. കമ്പം ബേസിക്കലി ഒരു കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കമ്പം. അപ്പം തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങൾ, മേജറായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും കമ്പം തേനിയൊക്കെ കൂടുതലും കൃഷി, വയൽ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന കമ്പം തേനി സ്ഥലങ്ങളൊക്കെ. അപ്പം ഇവിടുത്തെ മേജറായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തെങ്ങുണ്ട്. നമ്മൾ കേരം തെങ്ങുന്ന നാടാണ് കേരളം എന്ന് കേട്ടിട്ടില്ലേ, പക്ഷേ ആക്ച്വലി കേരളത്തിനൊക്കെ കൂടുതൽ തെങ്ങ് കമ്പത്തുണ്ടെന്ന് നമുക്ക് തോന്നും, തമിഴ്നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഒത്തിരി തെങ്ങും തോപ്പുകളുണ്ട്. അതേപോലെ തന്നെ വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മളീ പറഞ്ഞ മുന്തിരി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് കമ്പം. അപ്പോൾ ഇവിടെ ആദ്യകാലങ്ങളിലൊന്നും നമുക്കറിയാം, മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ടാണ് ഈ പറയുന്ന ഈ ജില്ലകളിലെ, ഈ തേനി ജില്ലയിലെ പല ഭാഗങ്ങളിലും കൃഷിയൊക്കെ പോസിബിൾ ആവുന്നത്. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയി മുല്ലപ്പെരിയാർ അണ കെട്ടി അവിടുന്ന് ആ വെള്ളം എടുത്തിട്ടാണ് ആക്ച്വലി അവിടെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല തിരക്കുള്ള സമയം കേട്ടോ ആക്ച്വലി. ശബരിമല സീസൺ ആയതുകൊണ്ടൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് ആക്ച്വലി. അപ്പം ഒത്തിരി വണ്ടികൾ, ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ, അയ്യപ്പന്മാർ വരുന്ന ഒത്തിരി വണ്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ
തമിഴ്നാട്ടിലേക്ക് പലവിധ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള ആളുകൾ കൂടുതൽ ഇതൊരു തോട്ടം മേഖലയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് പലയിടത്തും ഏലത്തോട്ടം ഒത്തിരിയുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഈ റൂട്ടിൽ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് പലയിടത്തും ഏലത്തിൻ്റെയാണ് മെയിനായിട്ടും. നെടുങ്കണ്ടം, അണക്കര, പുറ്റടി ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങൾ മേജറായിട്ട് ഏലകൃഷിയുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഏലകൃഷിയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇച്ചിരി തണുപ്പുള്ള ഏരിയയൊക്കെയാണ് കൂടുതൽ ഏലകൃഷിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഏലകൃഷി കൂടുതൽ ഇങ്ങനെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ടും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഈ പറയുന്ന അണക്കര, പുറ്റടി, കുട്ടിക്ക് ഇങ്ങനെ പറയുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഏലം വളരുന്ന സ്ഥലമാണ്. സോ അതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് ഏലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പുളിയമല എടുക്കാറായിട്ടുണ്ട്. സോ നമ്മൾ പുളിയമലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്ഥലം എങ്ങനെ പോകാമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാവേ. നല്ല ചൂടാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡിസംബർ മാസമാണ് അല്ലെങ്കിൽ ജനുവരി മാസമാണ് സാധാരണ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കറിയാം തണുപ്പ് കാലത്ത് ഈ ഒരു സമയത്ത് നമുക്ക് തണുപ്പ് കാലമാണ് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ പലവിധ കാരണങ്ങളാൽ ഇപ്പം നമ്മളിത് നേരത്തെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആക്ച്വലി. ഈ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മളൊരു സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇത് വരും തലമുറ വരെ നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അത്രയും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. ഹരിതഗ്രഹ പ്രഭാവവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആക്ച്വലി ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ചൂട് വല്ലാതെ കൂടിയിരിക്കുന്നു. ഇടുക്കി ജില്ലയിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടുക്കി ജില്ലയിലൊക്കെ തണുപ്പുള്ള ഒരു ജില്ലയായിരുന്നു ആക്ച്വലി. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ഡിസംബർ മാസം പോലും ആക്ച്വലി ഇപ്പോൾ ഇത്രയും ചൂടിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളൊരു ഇതുണ്ട്. മൂന്നാറിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന പണ്ടത്തെ ആ ഒരു തണുപ്പും ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഒന്നും പല സമയങ്ങളിലും കിട്ടാറില്ല. സോ അതാണ് മൂന്നാറിൻ്റെ പോലും അവസ്ഥ. ഇപ്പം നമ്മൾ കമ്പംമെട്ട് വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും നമ്മുടെ ട്രാവൽ വീഡിയോസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നല്ലേ. നമ്മുടെ ചാനലിൻ്റെ ക്യാപ്ഷൻസ് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് തന്നെ മനസ്സിലാകും. നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. ഫിനാൻഷ്യൽ ഇൻ ദ സെൻസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ അതിനകത്തെ ഒരു പോർഷനാണ്. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ നോക്കുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കണ്ടൻറ്റ്സ്, അതേപോലെ എങ്ങനെ ജോബ് സെർച്ച് ചെയ്യണം, എങ്ങനെ ആ ജോബ് കണ്ടെത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിട്ട് നമ്മൾ അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം നമ്മളിപ്പം മൈഗ്രേഷൻ്റെ തന്നെയായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യാൻ പോണതും. ഇനിയാണെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്, അത് ചെയ്യുന്നതും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. സോ അപ്പം ട്രാവൽ വീഡിയോസ് ഇതിനകത്തെ നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു. അതായത് നമ്മൾ ട്രാവൽ വീഡിയോസും എൻ്റെ പേഴ്സണൽ ഹോബീസിനകത്ത് വരുന്നൊരു കാര്യമാണ് ട്രാവൽ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമുക്കൊരു വീഡിയോസായിട്ട് നമുക്ക് ആളുകളിലേക്ക് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അവർക്ക് ഒന്ന് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അതായത് നമുക്കറിയാം ഒരു യാത്ര ഒരു മനുഷ്യനെ എത്രത്തോളം സന്തോഷം ഒരു മനുഷ്യന് കൊടുക്കുന്നു അല്ലേ. നമ്മുടെ മൂഡ് ഇച്ചിരി മോശമായിട്ടിരിക്കുന്ന ഒരു സമയത്ത്, നമ്മൾ ഇച്ചിരി ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവിന് പോവുക അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പം ശരിക്കും അത് കൊണ്ടുവന്ന് തരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് അങ്ങനെ ചെയ്ത് അത് ഇഷ്ടമുള്ള ആളുകളുടെ കാര്യം വരുമ്പോൾ നമുക്കതറിയാം. ഇപ്പം ട്രാവൽ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഒരു ട്രാവൽ വീഡിയോ കണ്ടാൽ പോലും നമ്മൾ കുറച്ചുകൂടി അതിൽ നിന്നൊരു ചേഞ്ച് വരും, ആ ഒരു മോശം അവസ്ഥയിൽ നിന്ന്. അതേപോലെ തന്നെ നമുക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ട്രാവൽ ചെയ്തൊക്കെ, ഇപ്പം പണ്ടൊക്കെയാണ് അത് ട്രാവൽ ചെയ്യാത്ത ആളുകൾ, ഇപ്പം ഒട്ടുമിക്ക ആളുകളും ട്രാവൽ ചെയ്യും. അതേപോലെ നമ്മൾ ചെറുപ്പക്കാരുടെ കാര്യത്തിലൊക്കെയാണ് എല്ലാവരും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും തന്നെ കവർ ചെയ്യുന്ന ആളുകളാണ്, ട്രാവൽ ചെയ്യാറുണ്ട്. സോ അതേപോലെ തന്നെ കുറച്ചൊക്കെ ആ ഒരു എയർപിടുത്തമൊക്കെ വിട്ടിട്ട് നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോവുക, അതാണ് അതിനകത്തെ കാര്യം. സോ അത് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന ട്രാവൽ വീഡിയോസ് അപ്പം നമ്മൾ ഇതിനകത്തൂടെ നമ്മളിനി നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എപ്പോഴും ഒന്നുമില്ല കേട്ടോ. ഇപ്പം ചില വീഡിയോസ് നമുക്ക് ട്രാവൽ വീഡിയോസ് ഉണ്ടെങ്കിൽ കൂടുതലും നമ്മളല്ലാത്ത നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുന്നുമില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുൾ ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു സാഹചര്യമുള്ള ആൾക്കാരല്ലല്ലോ. സോ അതുകൊണ്ട് എപ്പോഴും ഒന്നും കാണത്തില്ല, ഇടയ്ക്കൊക്കെ. ഇപ്പോൾ ഇത് ന്യൂ ഇയർ ആണ്, സോ അപ്പം അവധിയാണ്, സോ അതുകൊണ്ട് നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും സമയം കിട്ടിയപ്പോൾ ഒന്ന് പോകുന്നു എന്ന് മാത്രം.
ആക്ച്വലി ഞാൻ കൂടുതലും കമ്പം പോയിട്ടുള്ളത് കുമളി വഴിയാണ് കേട്ടോ. ഈ വഴി നമ്മൾ അധികം അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ഈ വഴി തന്നെയാണോ എന്ന്. ആക്ച്വലി നമ്മളെപ്പോഴും ആ വഴി കുമളി വഴി പോയി ശീലിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളതാണ് കൂടുതൽ, നമ്മൾ പല കാര്യങ്ങൾക്ക് എവിടെ പോയാലും നമ്മൾ ആ വഴിയൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി അതാണ് യൂസ്ഡ് ആയിട്ടുള്ള വഴി. ഈ വഴി നമ്മൾ അധികം അങ്ങനെ വരാറില്ല. അപ്പോൾ ഈ വഴി അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷനും ഉണ്ട്. എന്നാൽ പോലെ നമുക്ക് പോയി നോക്കാം. ഇതാണ് വഴി എന്നാണ് തോന്നുന്നത്. വഴി തെറ്റിപ്പോയാൽ നമുക്ക് തിരിച്ചു വരാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ യാത്ര പോകുമ്പോൾ പലപ്പോഴും നമുക്ക് വഴി തെറ്റാറുണ്ടല്ലോ. സോ അത് നമ്മൾ വഴി തെറ്റുമ്പോൾ നമ്മൾ മറ്റൊരു റൂട്ട് എടുത്ത് പോകുന്നു. നമ്മൾ ഇന്ന് ഇതിൻ്റെ പുറകെ പെട്ടുപോകുമെന്ന് തോന്നുന്നു. ആക്ച്വലി കയറി പോകാൻ നോക്കട്ടെ. കുഞ്ഞു വഴിയും കൂടെ ആയതുകൊണ്ട് ആക്ച്വലി നമുക്കങ്ങനെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും ഒന്നും അങ്ങനെ കയറി പോകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇടുക്കിയുടെ വഴിയുടെ കാര്യങ്ങളൊക്കെ, വളവും തിരിവുള്ള ഒത്തിരി വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള വഴിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കണ്ണടച്ച് എല്ലായിടത്തും ഓപ്പോസിറ്റ് കയറി പോകാൻ പറ്റത്തില്ല. അതായത് നമുക്ക് കയറി പോകുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടികൾ വരും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ആ വളവിനപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴും ഒരു വളവിനപ്പുറത്ത് നമ്മളൊരു വണ്ടി പ്രതീക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ അതേപോലെ നിങ്ങൾക്കറിയാമല്ലോ, അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ എയർപോർട്ടുകളോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ജില്ലയാണ്. ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതലും പൊതുഗതാഗതത്തെയും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം വണ്ടിയുള്ളവർ, അങ്ങനെ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് കൂടുതലും ആളുകളെ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഈ കമ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഈ കമ്പത്തിനപ്പുറത്ത് ബോഡിനായ്ക്കന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലം വരെ റെയിൽവേ സ്റ്റേഷനും റെയിൽവേയുടെ ഒരു ട്രെയിനും, അതായത് എപ്പോഴും ഒന്നും ട്രെയിനില്ല, വീക്കിലി 1-2 ട്രെയിനും അങ്ങനെയൊക്കെ എന്തോ ഒരു കാര്യം അടുത്തയിടെയാണത് ആക്ച്വലി ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. സോ അത് അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഒരു ട്രെയിൻ ഗതാഗതവും ഈ കമ്പത്തിനടുത്ത് വരെയുള്ള ബോഡിനായ്ക്കന്നൂരാണെന്ന് തോന്നുന്നു, അവിടെ വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടുന്ന് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കുമളി വരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള, കുമളി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പം കേരള അതിർത്തി വരെയുള്ള കുമളിയുടെ അടുത്ത് വരെ ഇങ്ങനെ ഈ പറയുന്ന പോലെ റെയിൽവേയുടെ ഒരു ലൈൻ വരുന്നുണ്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. സത്യമാണോ അതോ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ജസ്റ്റ് വന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ കുഞ്ഞു ന്യൂസ് കേട്ടിരുന്നു, അതിനകത്ത് സത്യാവസ്ഥ അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ പോലും നമ്മുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പത്തിനടുത്തുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ എപ്പോഴും ട്രെയിൻ ഇല്ലാത്തതാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ട്രെയിൻ യൂസ് ചെയ്തിരുന്നത് നമ്മളൊന്ന് ആലുവയിൽ പോകണം, അല്ലെങ്കിൽ കോട്ടയത്ത് പോകണം. ഇങ്ങനെയൊക്കെ നമ്മൾ എറണാകുളം അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ റെയിൽവേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഇതിപ്പം വന്നതോടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒഫീഷ്യലി പറയുമ്പോൾ ഇതാണ്. പക്ഷേ ഇനി കൂടുതൽ ട്രെയിൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് തികച്ചും യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉള്ളത് ചെന്നൈക്കാണെന്ന് തോന്നുന്നു. ചെന്നൈക്ക് വീക്കിലി 2 ട്രെയിനുകളുണ്ടെന്ന് തോന്നുന്നു. അത് കറക്റ്റ് എനിക്കറിയത്തില്ല, അത് റെയിൽവേയുടെ സൈറ്റിലൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഒരു കൺഫർമേഷൻ ഒന്നും ഞാനങ്ങനെ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പം അതിനിപ്പം കുമളി വരെ വരുവാണെങ്കിൽ കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. കൂടുതൽ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് ഇടുക്കിയിലേക്ക് കൂടുതൽ വികസനം വരും. കാരണം ഒരു റെയിൽവേ ട്രെയിനൊക്കെ വരിക ഒരു ജില്ലയിൽ വരുന്നതിനാണ് നമുക്ക് ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ പൊതുഗതാഗതം, അതായത് നമ്മുടെ രാഷ്ട്രം തന്നെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പൊതുഗതാഗതം ഒത്തിരി കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ റോഡ്സ് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ ഒരു രാജ്യം വികസിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലം വികസിക്കുന്നത് അവിടുത്തെ ഗതാഗത മാർഗ്ഗങ്ങളും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വളരുമ്പോഴാണ്. സോ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ട്രെയിൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള വികസനം നമ്മുടെ ജില്ലയ്ക്കും കിട്ടും. അതാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ അപ്പോൾ അത് നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആസ് എ ഇടുക്കിക്കാരൻ എനിക്ക് ആക്ച്വലി അവിടെ ഒരു ട്രെയിൻ വരുന്നതിനോട് ഒത്തിരി പേഴ്സണലി അതിന് നല്ല താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ. കാരണം നമുക്ക് അടുത്തത്ര ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നു, നമുക്ക് ആ ഒരു സംവിധാനം, ട്രെയിനിൻ്റെ സംവിധാനം കിട്ടുന്നു. സോ നമുക്ക് എവിടെ യാത്ര ചെയ്യാനും നമുക്ക് ആ ഒരു ട്രെയിനിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ആ കണക്ടിവിറ്റി ഫീച്ചർ നമുക്ക് കിട്ടും. അതാണ് അതിനകത്തെ കാര്യം. ഇപ്പോൾ എറണാകുളം, കോട്ടയം അല്ലെങ്കിൽ തൃശ്ശൂർ ഇങ്ങനെയുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുമ്പം അവർക്ക് ഈ പറയുന്ന മേജറായിട്ടുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻ, എറണാകുളത്താണെങ്കിൽ എയർപോർട്ടുണ്ട്, റെയിൽവേ ഉണ്ട്. സോ ഇങ്ങനത്തെ പല ഫീച്ചേഴ്സ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ. കോട്ടയം ആണെങ്കിലും ട്രെയിനും ബസ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അതില്ല. അപ്പോൾ അതായി വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് ശരിയായി വരട്ടെ. നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മുടെ രാജ്യം പുരോഗമിക്കണമല്ലോ. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് കമ്പംമെട്ട്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ഒരു സ്ഥലം തന്നെ, കമ്പംമെട്ട് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ബോർഡർ കണ്ടു. ഇപ്പം നമ്മൾ മുന്നേ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ. അപ്പോൾ ഇവിടുത്തെ ഈ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുവാണ്. ഇവിടെ ഒത്തിരി വണ്ടികൾ ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചരക്ക് വാഹനങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന്
ഇതൊക്കെ ഉണ്ടല്ലോ. സോ അതിൻ്റേതായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് എത്തി. ഓക്കെ, നമ്മളങ്ങനെ ഒഫീഷ്യലി തമിഴ്നാട്ടിൽ എൻ്റർ ചെയ്തിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. 2 സ്റ്റേറ്റുകളുടേതായിട്ടുള്ള ഡിഫറൻസ് വണ്ടികളിലാണെങ്കിലും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും എല്ലാം വ്യത്യാസം. 2 സ്റ്റേറ്റ് 2 നാട് 2 കാര്യങ്ങളാണല്ലോ സംസ്കാരം. അതാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ സ്റ്റേറ്റിനും ഓരോ ഭാഷ, അതേപോലെ തന്നെ ഓരോ സംസ്കാരങ്ങൾ, കാര്യങ്ങൾ. കേരളത്തിൻ്റെ സംസ്കാരമല്ല തമിഴ്നാടിൻ്റെ സംസ്കാരമല്ല കർണാടകത്തിന്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ അങ്ങനെ തമിഴ്നാട്ടിലോട്ട് എത്തി. ഇത് ആക്ച്വലി ഒരു കുഞ്ഞൊരു ഫോറസ്റ്റ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, വഴി കുറച്ച് മോശമാണല്ലോ ദൈവമേ. അപ്പം നമ്മൾ അരിക്കൊമ്പൻ്റെ കാര്യം, അരിക്കൊമ്പനെ കൊണ്ടുവന്ന് നമ്മൾ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കാട്ടിലാണ് വിട്ടതെന്നറിയാമല്ലോ. സോ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതും ആക്ച്വലി കാട് തന്നെയാണ്. അപ്പം മേഘമല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് കാണും. മേഘമല എന്ന് പറയുന്നൊരു സ്ഥലം തമിഴ്നാട്ടിലുണ്ട്. അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഒരു കുഞ്ഞ് മിനി മൂന്നാറൊക്കെ പോലത്തെ. നിങ്ങൾ എപ്പോഴെങ്കിലും ടൈം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മേഘമലയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് മേഘമല. തേയിലത്തോട്ടങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള, അതേപോലെ തന്നെ ഹൈവേസ് എന്ന് പറയുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. സോ അത് അവിടെ അത്യാവശ്യം നമുക്ക് ഒരു ദിവസം മതി പോയിട്ട് വരാം. എന്താണ് കേട്ടോ, വഴി സൈഡിൽ കുരങ്ങന്മാരൊക്കെ വന്നു തുടങ്ങി. കാടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അതായത് വഴി സൈഡിൽ കുരങ്ങന്മാരുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. സോ ഇതൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നിറയെ കുരങ്ങന്മാരെ കേട്ടോ. നമ്മളെ വഴി തടയാൻ നിൽക്കുവാണോ ഇവന്മാർ? മാറടാ ഞങ്ങൾ പോട്ടറാ, ഞങ്ങൾ പൊക്കോട്ടറാ, ഞങ്ങളെ വെറുതെ വിടടാ. അങ്ങനെ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് സാധാരണ. അപ്പം കേരളത്തിൻ്റെ സൈഡിൽ ഇത് പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുമളിയിലെ തേക്കടി കാടുകൾ അറിയാമല്ലോ. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ കേസിൽ വരുമ്പോൾ അത് മേഘമല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ആ മേഘമല സാഞ്ചുറിയുടെ ഭാഗത്തുമായിട്ട് വരും. അപ്പോൾ ഇതിന് മൃഗങ്ങൾക്കിപ്പം ബോർഡറൊന്നും ഇല്ലല്ലോ. അവർ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അവർക്ക് കാടാണ്. അപ്പോൾ നമ്മൾ ആനയെ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ആന അത് കഴിഞ്ഞ് മേഘമലയിൽ ചെന്നു. മേഘമലയിൽ നിന്ന് തിരിച്ചു വരുന്നു. നമ്മളന്ന് ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു അതിനെക്കുറിച്ച്, അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ന്യൂസ് കണ്ടിരുന്നു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയോ ആ ന്യൂസൊക്കെ? എല്ലാം ഓരോ സമയത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിക്കൊമ്പനെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ് അതിനെ പിടിച്ച് രണ്ടാമത് തിരുവനന്തപുരം ബോർഡർ സൈഡിലുള്ള ഏതോ കാട്ടിലേക്ക്, എനിക്ക് ആ കാടിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ആ കാടിൻ്റെ പേര് ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ അവിടെ കൊണ്ടയാക്കി കഴിഞ്ഞിട്ട് ഇപ്പം അത് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ആന. ഇപ്പോൾ അവൻ സേഫ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും സേഫായിട്ടിരിക്കട്ടെ, നല്ല രീതിയിൽ പോട്ടെ അവൻ. എനിക്കൊമ്പൻ അങ്ങനെ ഇനിയും അങ്ങനത്തെ പല ആനകളും, അതായത് പടയപ്പ ഇങ്ങനെ പറയുന്ന പല ആനകളും നമ്മുടെ ഈ മൂന്നാർ ഭാഗത്തുണ്ട്. അത് ഇങ്ങനത്തെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തല്ലേ, ആളുകളുടെ ഇടയിലേക്ക് വരുന്ന ആനകൾ പലതും ഉണ്ട്. അവർ തിരിച്ച് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആനകളും പ്രശ്നം ഉണ്ടാക്കാത്ത ആനകളും ഉണ്ട്. മൃഗങ്ങളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ ഈ പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും അവകാശപ്പെട്ടതാണ്, നമുക്ക് അവരെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന മുതലും സ്വത്തുവകകളും ഒക്കെ മൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ മനുഷ്യർക്ക് സങ്കടം ഉണ്ടാവും. നമുക്കതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടരുവാണ്. ആക്ച്വലി നമ്മളിപ്പം കാട്ടിൽ തന്നെയാണ് കേട്ടോ. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്ന ആക്ച്വലി നമ്മൾ കമ്പം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കാട്ടിൽ ഇതൊരു അമ്പലമാണോ? ആക്ച്വലി ഒരു അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ട് കാടിനുള്ളിൽ ഒരു അമ്പലം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ കുന്നും മലയായതുകൊണ്ട് ഇടുങ്ങിയൊരു റോഡാണ് കേട്ടോ. ഇനി കമ്പത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നിരന്ന പ്രദേശമാണ്. അതായത് നമ്മളിപ്പം ഇടുക്കി ജില്ലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ കോട്ടയം, എറണാകുളമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലങ്ങളാണല്ലോ. അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു ഭൂപ്രകൃതി നിങ്ങൾക്ക് അറിയാം. അതായത് വളരെ പരന്ന പ്രദേശമാണ്. അധികം അങ്ങനെ ഹില്ലി ആയിട്ടുള്ള ഏരിയാസ് ഒന്നും ഇല്ല. ഇപ്പം കൊടൈക്കനാൽ, ഊട്ടി ഇങ്ങനെ പറയുന്ന കുറേ ഹില്ലി ഏരിയാസ് ഒഴിച്ച് നിർത്തിയാൽ, നീലഗിരി മലകൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മലകൾ ഒഴിച്ച് നിർത്തിയാൽ കൂടുതൽ ഭാഗവും നിരന്ന പ്രദേശമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കമ്പത്തെത്തിക്കഴിഞ്ഞാൽ കൂടുതലും അതേ നിരന്ന പ്രദേശം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കമ്പം താഴെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം.
അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോസിലെല്ലാം നമ്മളിനി ട്രാവൽ വീഡിയോസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. അപ്പം നിങ്ങൾക്ക് ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് ഐഡിയും മെയിൽ ഐ ഡി എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട്, ഇപ്പോൾ ഈ വീഡിയോയുടെ കാര്യത്തിലൊന്നുമല്ല, ഡൗട്ട് വരുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതായത് ഇപ്പം മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ വരുന്ന വീഡിയോസിനകത്താണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അതിന് വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഈടാക്കുന്നില്ല. എനിക്ക് ഫീസും വേണ്ട. ആക്ച്വലി നമ്മളൊരു ഏജൻസിയോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. പരസ്പരം സഹായിക്കാനും പരസ്പരം ഐക്യത്തിൽ പോകാനും വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനകത്ത് എന്താ തെറ്റ്? അതേപോലെ നിങ്ങൾക്ക് 100% കറക്റ്റാണെന്ന് തോന്നുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയാണെങ്കിലും ഒരാളുടെ ഡൗട്ടിന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് തന്നെ അത് കേൾക്കുന്ന ആൾക്ക് അതൊന്ന് അവരുടെ ഭാഗത്തു നിന്നൊന്ന് വെരിഫൈ ചെയ്തിട്ട് അത് ജെനുവിനാണെന്ന് തോന്നുന്നു, അല്ലെ അത് കറക്റ്റാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. കാരണം കമൻറ്റ് ചെയ്യുന്ന ആളുടെ അവസ്ഥയായിരിക്കത്തില്ല മറ്റൊരാൾക്ക്. സോ അപ്പം കമൻറ്റ് ചെയ്ത ആൾക്ക് ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്തപ്പോൾ അവർക്ക് ശരിയായി, പക്ഷേ അത് രണ്ടാമത്തെ ആൾക്ക് അത് അങ്ങനെ ആവണമെന്നില്ല, ചെറിയ ചെറിയ ചേഞ്ചസ് വരും. സോ അതുകൊണ്ടാണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഓരോ അവസ്ഥകൾ, ഓരോ സിറ്റുവേഷൻസ്, ഓരോ ക്വാളിഫിക്കേഷൻസ്, ഓരോ സ്കിൽ സെറ്റ്, ഇങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ അതുകൊണ്ടാണ് പറയുന്നത്. ഇതുണ്ടോ കുരങ്ങന്മാർ നോക്കി, എന്ത് കുരങ്ങന്മാരാന്ന് നോക്കി, അടിപൊളിയാണ് അല്ലേ? ഇത് നമ്മുടെ കേരള വണ്ടിയാണ് കേട്ടോ. അവരെവിടെയോ പോയിട്ട് വരുവാ, ട്രിപ്പ് പോയതായിരിക്കും മിക്കവാറും, എവിടെയൊക്കെ ട്രിപ്പ് പോയിട്ട് വരുന്നവരായിരിക്കും. ഇവിടെ നിന്ന് ഇനി കമ്പത്തിന് 9 കിലോമീറ്റർ എന്നും കണ്ട കാണിക്കുന്നു. അത്രയും ദൂരം ഉണ്ടല്ലേ. ഇതെന്തോ മരമാണ് കേട്ടോ. ഇത് എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആലാണോ? ആലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങി നമ്മളിവിടെ നിൽക്കുകയാണ്. ആക്ച്വലി പലവിധ ആൾക്കാർ ഇതിനെ വണ്ടിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പം കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കമ്പം കാണിച്ചു തരാം. ഈ താഴെ കാണുന്നതാണ് ആക്ച്വലി കമ്പം എന്ന് പറയുന്ന സ്ഥലം. ഉണ്ടോ, അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് കേട്ടോ കമ്പം. തേനി ജില്ലയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കമ്പം. ഇനി ഇതിനകത്ത് കണ്ടോ ഒത്തിരി നെൽപ്പാടങ്ങളും കാര്യങ്ങളുമൊക്കെ, നെല്ല് കൃഷി ചെയ്യുന്നവരുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ മറ്റ് മുന്തിരി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, തെങ്ങും തോപ്പുകളുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, അത്ര മനോഹരം അല്ലേ? ഇനി അങ്ങോട്ട് ഫുള്ള് നിരപ്പ് പ്രദേശങ്ങളാണ്, അധികം കുന്നും മലയൊന്നുമില്ല. കുന്നും മല ഈ സൈഡിലൊക്കെ കാണുന്നത് തന്നെ ഈവൻ കേരളത്തിൻ്റെ ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മേഘമല, കൊടൈക്കനാൽ, ഇങ്ങനെയുള്ള ഇവിടെ അടുത്താണ് കേട്ടോ കൊടൈക്കനാലിന് ഒത്തിരി ദൂരമൊന്നുമില്ല. നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ ഒരു 2 മണിക്കൂർ പോലും വേണ്ട ഈവൻ കൊടൈക്കനാലിന് പോകാൻ. സോ അടുത്ത് തന്നെയാണ് കൊടൈക്കനാൽ. അപ്പം നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഇത്. നമുക്ക് നമ്മുടെ യാത്ര തുടരാം അല്ലേ? അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നല്ല തിരക്കായി കേട്ടോ റോഡിൽ. ശബരിമല സീസണാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാം ശബരിമല സീസണാണെന്ന്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ശബരിമല സീസണാണ്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഒത്തിരി ഭക്തന്മാർ, അയ്യപ്പന്മാർ, അവർ വരുന്ന ഒരു വഴിയാണ് ഇത്. അപ്പോൾ അവർ ഇതിലെ വന്ന് കമ്പം വെട്ട് കയറി ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അതിലെ അവർ ശബരിമലയ്ക്ക് പോകും. അപ്പം ഇതാണ് അവരുടെ റൂട്ട്. അപ്പം ഇതല്ലാതെ പാലക്കാട് വഴി വരുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഈ സൈഡിലുള്ള കുറേ ആളുകൾ ഇങ്ങനെ വരും. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ റൂട്ടിൽ നല്ല തിരക്കാണ്. എനിവേ നമുക്ക് പോകാം. തിരക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് യാത്ര ചെയ്യണ്ടേ. ഓവറായിട്ട് ഇത്രയും ദൂരം ലോങ് ഓടി വന്നിട്ട് ഏറ്റവും കൂടെ കയറുമ്പോഴത്തേന് പല വണ്ടികളും നല്ലപോലെ ഹീറ്റായിട്ട് കിടക്കുന്ന വണ്ടികൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ ഒത്തിരി എണ്ണം കാണാൻ പറ്റും. കമ്പം എത്തിയിട്ടുണ്ട്. നമ്മൾ താഴ്വാരം എത്തി. ഇനിയിപ്പം കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കമ്പം ടൗണിലേക്കാണ് ഇത് ഇറങ്ങി ചെല്ലുന്നത്.
ഇവരുടെ ഈ വണ്ടി രസമാണ് കേട്ടോ. കുഞ്ഞൊരു ബസ്. ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിലെ ട്രാവലറിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഏകദേശം ആ ഒരു സൈസൊക്കെ ഉള്ളൂ ഇതിന് വരുന്നത്. തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒത്തിരി വണ്ടി നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കുഞ്ഞു കുഞ്ഞു ബസ്സുകൾ. നമ്മുടെ നാട്ടിൽ പക്ഷേ ഇങ്ങനത്തെ ബസ്സുകൾ അങ്ങനെ കേരളത്തിൽ അധികമായിട്ടൊന്നല്ല അങ്ങനെ ഇല്ല. കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ വലിയ 49-50 സീറ്റിൻ്റെ ബസ്സുകളും അല്ലെങ്കിൽ പിന്നെ ട്രാവലറും അല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു വണ്ടികൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ പക്ഷേ അത് ധാരാളമായിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ താഴ്വാരം എത്തി. ഇനി മൊത്തം നിരന്ന പ്രദേശമാണ്, ഒന്നും മലയൊന്നുമില്ല, നിരന്ന പ്രദേശമാണ്. കണ്ടോ, 2 സൈഡിലും തെങ്ങും തോപ്പുകളായി, പച്ചക്കറി കൃഷിയായി, ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ. അതേപോലെ പുളി നിൽക്കുന്നുണ്ടോ, പുളിമരം റോഡിൻ്റെ സൈഡുകളിൽ കൂടെ പുളിമരം കാണാം. അതുപോലെ ഇവിടെ നല്ല വരണ്ട. ഇപ്പം കേരളത്തിലെ ആ ഒരു ക്ലൈമറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. അതായത് കേരളത്തിലെ ക്ലൈമറ്റ് മാറിയിട്ട് പടാന്ന് ചേഞ്ചായി. കണ്ടോ, അവിടെ ഒരു ബോർഡുണ്ട്, മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ 122 കിലോമീറ്റർ. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മധുര ടെമ്പിളിൽ ചെല്ലാം. അങ്ങ് ദൂരെ കമ്പം ടൗൺ. റോഡൊക്കെ കണ്ടോ, 2 സൈഡിലും പച്ചപ്പ് പിടിച്ച. ഇവിടെ പക്ഷേ പുറത്ത് നല്ല ചൂടാണ് കേട്ടോ. അത് കേരളത്തിൽ ക്ലൈമറ്റ് വിട്ടിട്ട് ഇവിടെ നമുക്ക് ഇടുക്കി ജില്ലയിലെ ഒരു ക്ലൈമറ്റ് മാറിയിട്ട് ഇവിടെ നല്ല ചൂടാണ്. അതേപോലെ തന്നെ പക്ഷെ കൃഷിയൊക്കെ ഒത്തിരിയാണ് കേട്ടോ. ചോളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ചോളമാണോ ഈ സൈഡിൽ നിൽക്കുന്നത്? അതെ, ചോളമാണ് കേട്ടോ. ചോള കൃഷിയുണ്ട്. വരണ്ട പ്രദേശത്താണല്ലോ അതൊക്കെ. അതുപോലെ തന്നെ പച്ചക്കറിയുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പുളിമരങ്ങൾ ഒത്തിരി ഉണ്ട്. സോ ഇതൊക്കെ സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ് ഇവിടെ കമ്പം. കേട്ടോ, മുന്തിരി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് റോഡ് സൈഡിൽ കൂടെ. മുന്തിരി ഇങ്ങനെ വലിയ വിലയൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മുന്തിരി ചെറിയ വിലയ്ക്ക് കിട്ടും. 3-4 കിലോയ്ക്കൊക്കെ നിസ്സാര വില 100 രൂപ, 80 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഒത്തിരി മുന്തിരി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുന്തിരിങ്ങയ്ക്ക് ഈ പറയുന്ന വലിയ മാരകമായ വിലയൊന്നുമില്ല, ചെറിയ വിലയ്ക്ക് കിട്ടും. കാരണം നമ്മുടെ ബൈപ്പാസ് ഇത് പുതിയ റോഡാണ് കേട്ടോ. ആക്ച്വലി ഇത് പുതിയതായിട്ട് വന്നതാണ്. സോ ഇത് അത്യാവശ്യം അടിപൊളി റോഡാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ റോഡാണ്. നമുക്ക് ഈ റോഡെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരാവേ. നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ആക്ച്വലി. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ റോഡിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്കൊന്ന് കാണണ്ടേ, തമിഴ്നാട്ടിലെ റോഡുകളുടെ ഭംഗി. റോഡെന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ റോഡാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞൊരു എയർപോർട്ടിലെ റൺവേ പോലെയൊക്കെയാണ് ഈ റോഡൊക്കെ ഇവിടെ. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇത് നിരന്ന റോഡാണ്, നമുക്ക് കിലോമീറ്ററുകളോളം മുന്നോട്ട് കാണാം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ റോഡുകൾ. തമിഴ്നാട്ടിലെ റോഡുകൾ നമുക്ക് ഒരിക്കലും എല്ലാ റോഡുകളും അത്ര നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് അവിടുത്തെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അത് അത്രയും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഈ റോഡുകൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞു റോഡ് പോലും അവർ അത്രയും നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. കണ്ടോ, നോക്കിക്കുക തെങ്ങും തോപ്പുകൾ. കേരളത്തിൽ ഇത്രയും തെങ്ങും തോപ്പുകൾ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും തെങ്ങും തോപ്പുകളാൽ സമ്പുഷ്ടമായൊരു നാടാണിത്. കണ്ടോ, ഇവിടെ നിന്നൊക്കെ നമ്മുടെ അങ്ങോട്ട് ഒത്തിരി തേങ്ങയും കരിക്കും ഒക്കെ വരാറുണ്ട് കേരളത്തിലോട്ട്. അതേപോലെ തന്നെ വാഴക്കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. നോക്കി, അടിപൊളിയല്ലേ, നല്ല രസമില്ലേ? പെട്രോൾ അടിച്ചു, നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. വന്ന വഴി തന്നെ തിരിച്ചു പോകണം. ഇനി നമ്മൾ തിരിച്ച് കുമളി റൂട്ടാണ് പോകുന്നത്. അപ്പം കുമളി റൂട്ടിലാണ് ആക്ച്വലി ഈ പറഞ്ഞ മുന്തിരിത്തോട്ടം. കമ്പത്തുനിന്ന് കുമളിക്ക് പോകുന്ന വഴിക്കാണ് മുന്തിരിത്തോട്ടം. ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം, കാരണം
കാരണം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. ആളുകൾ ഒത്തിരി വണ്ടികൾ, കുറച്ച് മുമ്പ് ഇത്രയും തിരക്കില്ലായിരുന്നു, ഇപ്പം പതുക്കെ ഇവിടെ തിരക്കായി തുടങ്ങിയെന്ന് തോന്നുന്നു. വണ്ടികൾ ഒത്തിരി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് കഴിയുമ്പം നമുക്കൊരു കേരള വണ്ടി കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അല്ലേ. ഇപ്പോൾ ഈ ബാംഗ്ലൂരും ചെന്നൈയിലും നമ്മൾ ഈ പല നാടുകളിൽ കൂടെയൊക്കെ പോയി നിന്ന് കഴിയുമ്പം പെട്ടെന്നൊരു KL വണ്ടി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ, നാട്ടിലുള്ള ആളുകളെ കാണുമ്പോൾ. അതേപോലെ തന്നെ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഈ ബാംഗ്ലൂർ, ചെന്നൈയൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ, ഈ മലയാളി, അതായത് കേരള ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, ഈവൻ നമ്മൾ കേരളത്തിലൊരു ഹോട്ടലിൽ പോയി കഴിച്ചാൽ നമുക്ക് അത്രയും ഫീല് കിട്ടത്തില്ല. സോ അങ്ങനെ നമ്മൾ ഈ പുറത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചില കാര്യങ്ങൾ, നമ്മൾ നാട് മിസ് ചെയ്യും. അപ്പോൾ നാട്ടിലെ ഫുഡ് മിസ് ചെയ്യും. അതേപോലെ തന്നെ കേരള വണ്ടികൾ കാണുമ്പോൾ, മലയാളികളെ കാണുമ്പോൾ, ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പമാണ്. കമ്പം ടൗണായി. നമ്മൾ ആക്ച്വലി കമ്പം ടൗണിൽ പോയില്ല. നമ്മളിപ്പം കമ്പം ടൗണിൽ കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കാണ്. അതേപോലെ തന്നെ കുഞ്ഞു റോഡുകളാണ്, ഇടുങ്ങിയ റോഡുകളും അതേപോലെ തന്നെ തിരക്കും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ സമയത്ത് ഓടി എത്തണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്പം പോകാത്തത്. ഇനി നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇനിയിപ്പം ഫ്യൂച്ചറിൽ നമ്മൾ പല വീഡിയോസും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ പോകുന്ന ഡെസ്റ്റിനേഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കമ്പവും കൂടെ കവർ ചെയ്ത് പോകാവേ. കണ്ടോ ട്രാക്ടറുകളൊക്കെ. നമ്മൾ ഏകദേശം അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആക്ച്വലി നമ്മുടെ മുന്തിരിത്തോപ്പിനോട്. നമ്മൾ ആഗതൻ മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആഗതൻ മൂവി കണ്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് ദിലീപ് ചെല്ലുന്നൊരു മുന്തിരിത്തോട്ടം എസ്റ്റേറ്റ്. സോ അപ്പം പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ, ആഗതൻ മൂവി നമ്മൾ കണ്ട സമയത്ത് അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു തേയിലത്തോട്ടവും, തേയിലാന്ന് എപ്പോഴും ഉണ്ടോ ഈ തേയിലാന്ന്, ഒരു മുന്തിരിത്തോട്ടത്തിന് നടുക്കുള്ളൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സിനിമ. ഏകദേശം അതിനോട് ആ ഒരു ഫീല് തരുന്ന ഒരു മുന്തിരിത്തോട്ടമാണ് കേട്ടോ ഇത്. MSR ഗ്രൂപ്പ് അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങൾ. എപ്പോഴും തേയിലത്തോട്ടം എനിക്ക് തോന്നുന്നു. ആക്ച്വലി നമ്മൾ അവിടെ തേയിലത്തോട്ടം എന്ന് എപ്പോഴും പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോണതാണ്. സോറി കേട്ടോ. നമ്മൾ ഒരു പെട്ടിക്കകത്ത് 3 കിലോ 5 കിലോ 10 കിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. സോ അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടം എത്തിക്കണ്ടോ. എന്ത് വണ്ടികളാണ് കിടക്കുന്നത് അല്ലേ. എല്ലാവരും മുന്തിരിത്തോട്ടം കാണാൻ വന്നവരാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലും മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള മുന്തിരിത്തോട്ടത്തിൽ പോവാം. റൈറ്റ് സൈഡിലേക്ക് എൻട്രൻസ് ഉണ്ടോ എന്ന് എനിക്ക്, അങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പുറകോട്ട് നടന്നിട്ട് റൈറ്റ് സൈഡിൽ അകത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴിയുണ്ട്. ആക്ച്വലി ഇവിടെ 2 മുന്തിരിത്തോട്ടങ്ങളാണുള്ളത്. അതിനകത്ത് നമ്മൾ MSR എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിനിടയ്ക്കൂടെ ഈ 2 കടകൾക്കിടയിലൂടെയുള്ള ഈ ഒരു കുഞ്ഞു വഴിയെ വേണം നമ്മൾ നമ്മുടെ മുന്തിരിത്തോട്ടത്തിനകത്തേക്ക് ഇറങ്ങാൻ. അവധി ദിവസം ആയതുകൊണ്ടും അതേപോലെ തന്നെ പല സ്ഥലത്തുനിന്ന് വരുന്ന ആളുകളെല്ലാവരും മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങും. ഇപ്പം പത്തനംതിട്ട, കോട്ടയം ഒക്കെ ഉള്ള ആളുകൾ ഈസിലി ഇപ്പം ചെന്നൈ, ബാംഗ്ലൂർ, ഇങ്ങനെയുള്ള വേളാങ്കണ്ണി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പോയിട്ട് തിരിച്ച് ഈ വഴിയായിരിക്കും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരൊക്കെ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോയി മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി. ഇവിടെ എന്തൊക്കെയോ മത്സരങ്ങളോ കാര്യങ്ങളോ ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട്. സോ ഏതാണ്ട് ഈ വീലാണ്. സോ നമുക്ക് ഈ വീല് കറക്കി കഴിഞ്ഞാൽ എന്തോ ഗിഫ്റ്റ് കിട്ടും. സോ അങ്ങനത്തെ നമ്മളെന്തായാലും അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ് നമ്മുടെ മുന്തിരിത്തോട്ടത്തിനകത്തേക്ക്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിനകത്തേക്ക് നടക്കുമ്പോൾ ആളുകൾ നമ്മുടെ മുന്നേ പോകുന്നുണ്ട്. അപ്പം 2 സൈഡിലും വളരെ മനോഹരമായിട്ട് തെങ്ങുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ തെങ്ങുകൾ ചെന്തെങ്ങിൻ്റെ തെങ്ങാണ് ആക്ച്വലി. നോക്കി എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നതെന്ന്. സോ ഇതിന് 2 സൈഡിലായിട്ട് ഈ കാണുന്ന കുഞ്ഞു പന്തലിലുള്ള ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ. ഇതിപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഒരു കുഞ്ഞ് സ്റ്റോർ പോലൊരു സംഭവമാണ്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ മുന്തിരി വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ
വൈൻ വാങ്ങണമെങ്കിൽ അത് വാങ്ങാൻ പറ്റും. ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനാണ് കേട്ടോ, അല്ലാതെ ആൽക്കഹോളിക് വൈനല്ല. സോ അങ്ങനത്തെ വാങ്ങാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മുന്തിരിയുടെ കുഞ്ഞ് തൈകൾ വാങ്ങാൻ കിട്ടും. സോ ഇങ്ങനെ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. കണ്ടോ കുഞ്ഞ് മുന്തിരികളുണ്ടായി കിടക്കുന്നത്. ഇവിടെ ഈ കുഞ്ഞ് കിടക്കുന്ന ഈ ഓസിൽ കുഞ്ഞ് പൊത്തിട്ടിട്ടുണ്ട്. സോ ഈ ഒരു കുഞ്ഞ് ഹോളിൽ കൂടെ ആയിരിക്കും മുന്തിരിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നത്. കുഴപ്പമില്ല. അല്ല ഡയറക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയല്ല, ഇങ്ങനെ ഒരു കുഞ്ഞ് ഹോസ് ഇട്ടിട്ട് ആ ഹോസിനകത്തൂടെ കുഞ്ഞ് ഹോൾസ് ഇട്ടിട്ട് അതിനകത്തൂടെയാണ് മുന്തിരിക്ക് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ തോട്ടത്തിൽ വന്നപ്പോൾ ഏകദേശം മുന്തിരി തോട്ടത്തിനകത്ത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ആളുകൾ നിൽക്കുന്ന ഈ ഒരു കയർ കെട്ടി തിരിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലായിടത്തും മുന്തിരിങ്ങായും ഓൾമോസ്റ്റ് പറിച്ച് മാറ്റിയിട്ടുണ്ട്. ചില സ്ഥലത്ത് ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഇവിടുത്തെ കറണ്ട് അവസ്ഥ. അപ്പം നല്ല മുന്തിരിയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു തെളിഞ്ഞ ആകാശം കാണത്തില്ലാത്തതുപോലെ തന്നെ ഇത് കവർ ചെയ്ത് ഫുള്ള് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ കുറച്ച് ഭാഗത്ത് കയറ് കെട്ടി എല്ലാ ഭാഗത്തേക്കും മുന്തിരിത്തോട്ടം ഫുള്ളിലേക്ക് നമുക്ക് ആക്സസ് ഒന്നും ഇല്ല. അപ്പോൾ കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ ആക്സസ്. സോ അവിടെ നമുക്ക് മുന്തിരി ആളുകൾക്ക് ഇറങ്ങിയെന്ന് കാണാം, നോക്കാം. പക്ഷേ ഇതൊരിക്കലും പറിക്കാനൊന്നും പറ്റത്തില്ല. ഇനി അത് ഈവൻ പറിച്ചാൽ പോലും നമ്മളിത് കഴിക്കാതിരിക്കുന്ന, അങ്ങനെ പറിക്കുന്നവർ കണ്ടാൽ ഫൈൻ ഈടാക്കും. ഇനി നമ്മൾ ചിലരൊക്കെ ഇത് പറിച്ച് തിന്നുന്ന കാണാം. പക്ഷേ അങ്ങനെ ഒരിക്കലും തിന്നരുത്. കാരണം മാരകമായിട്ടുള്ള പല കീടനാശിനികളും അടിച്ചിട്ടൊക്കെയാണ് ഇതിവിടെ ഇങ്ങനെ ഇപ്പം നമ്മൾ ഇത് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ട് പോയാലും നമ്മൾ അതേപോലെ കഴുകിയല്ലേ കഴിക്കാറ്. അപ്പോൾ ഇതിങ്ങനെ പറിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു കീടനാശിനിയുടെ അംശങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെല്ലാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതാണ് മുന്തിരിത്തോട്ടത്തിനകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഉണ്ടോ, നമുക്കിവിടെ ഒരു കുഞ്ഞൊരു കോർണറുണ്ട്. ഈ കോർണറിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് അവർ മുന്തിരിങ്ങ പറിച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് തരുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് അത് കുടിക്കാം. ഒരു മുന്തിരിങ്ങ ജ്യൂസിന് ഇവിടെ നോർമലി 40 രൂപയൊക്കെയാണ് ചാർജ് ആകുന്നത്. ഗൂഗിൾ പേ ഒക്കെ ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് പേ ചെയ്യാനും അവിടെ നിന്ന് വാങ്ങി മുന്തിരി ജ്യൂസ് കുടിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോകാം. കണ്ടോ ഒത്തിരി ആളുകളുണ്ടാവും. ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നിറയെ ആളുകളാണ്. കണ്ടോ ഈ ഭാഗത്തൊന്നും മുന്തിരിങ്ങ ആയി വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെയൊന്നും മുന്തിരി കൊലകളൊന്നും ഇവിടെ ഒന്നും ഇല്ല. ഇതിലേക്ക് 1, 2 ഒക്കെ കുഞ്ഞായി വരുന്ന ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പം പല നാട്ടുകാരാണ് ഇന്ന് കേട്ടോ. മലയാളികൾ മാത്രമല്ല, തമിഴായിട്ടുള്ള ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്, കന്നഡക്കാരുണ്ട്. സോ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരുന്നവരും ഉണ്ട്. സോ ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ കണ്ടില്ലായിരുന്നു ഒരു കുഞ്ഞ് ഷോപ്പുണ്ടെന്ന് പറഞ്ഞ്. ആ ഷോപ്പിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ ഷോപ്പിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ വൈൻ വാങ്ങാം. അതേപോലെ തന്നെ മുന്തിരി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഒരു പെട്ടി മുന്തിരിക്ക് അറൗണ്ട് ഒരു 150 രൂപയാണ് 3 കിലോയ്ക്ക് വരുന്നത്. ഇനി അത് 5 കിലോ 6 കിലോ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 300 രൂപ 400 രൂപ റേഞ്ചിലേക്ക് വരും. അതേപോലെ തന്നെ വൈൻ വരുമ്പോഴും 300 രൂപയെ സ്റ്റാർട്ടിങ് വരും. സോ അതാണ് അവിടുത്തെ നോർമലി വരുന്ന റേറ്റ്. ആളുകളൊക്കെ ആദ്യമേ വന്നവരൊക്കെ ഇപ്പം തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ പുതിയതായിട്ട് അവർ വെച്ചതെന്ന് തോന്നുന്നു. ഇതിലൊന്നും മുന്തിരി ആയിട്ടില്ല, ഈവൻ നല്ലപോലെ ആയിട്ട് പോലും ഇല്ല. വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ ഷോപ്പിൽ ഇവിടെ കുഞ്ഞൊരു ബോർഡിൽ 3 കിലോയ്ക്ക് 150ഉം 4 കിലോയ്ക്ക് 500 രൂപ എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഇപ്പം വീണ്ടും നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി നമ്മൾ നിന്ന് സമയം കളയുന്നില്ല, നമ്മൾ പോകാൻ വേണ്ടി. ഇത് നമ്മൾ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ ഈ ഫാം. സോ അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നടക്കാനൊന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്നൊരു 2-3 സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തെത്താം. പലരും ഫോട്ടോ എടുപ്പുകാരൊക്കെ ഒത്തിരി പേര് അതിലേക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് നടന്ന് എൻട്രൻസിന് അങ്ങോട്ട് വരുവാണ്. എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ആദ്യമേ കണ്ടില്ലായിരുന്നോ കുഞ്ഞ് ഗെയിംസ് എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, എംഫോടെക്കിനകത്തെ എംഫോടെക് മച്ചാനും അതേപോലെ തന്നെ കുറേ പേര് നമ്മുടെ യൂട്യൂബ് സെലിബ്രിറ്റീസൊക്കെ അവിടെ അവരുടെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവരിവിടെ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവർ അവകാശപ്പെടുന്നത്. സത്യമാണെന്ന് നമുക്കറിയത്തില്ല. സോ നമ്മളവിടുന്ന് വീണ്ടും ഇവിടെ ഫ്രണ്ട് ഗെയിംസ് നടക്കുന്ന സ്ഥലത്ത് വന്നു. നമ്മളെന്തായാലും ഗെയിംസൊന്നും കളിക്കുന്നില്ല. പൊതുവേ ഞാൻ ഇങ്ങനത്തെ ഗെയിംസിനകത്ത് എത്രത്തോളം അത് ജെന്യുനാണെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അതൊക്കെ താല്പര്യമുള്ളവർ കളിച്ച് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നടന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മൾ വീണ്ടും നമ്മുടെ ആ റോഡിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്.
റോഡിൻ്റെ സൈഡിൽ വന്നു കഴിയുമ്പം റോഡിൻ്റെ സൈഡിൽ തന്നെ MSR ഫാംസിൻ്റെ തന്നെ ഒരു ഷോപ്പ് കൂടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഷോപ്പിൽ നിന്നും അകത്തുനിന്ന് വൈനൊന്നും മേടിക്കാത്ത ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും നമ്മുടെ വൈൻസൊക്കെ വാങ്ങാം, വൈൻ വാങ്ങാം. അതേപോലെ തന്നെ മുന്തിരി വാങ്ങേണ്ടവർക്ക് അത് വാങ്ങാം, ഐസ്ക്രീം വേണ്ടിയവർക്ക് വാങ്ങാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്. സോ അതും താല്പര്യമുള്ളവർ വാങ്ങാം. കണ്ടോ മുന്തിരി ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. സോ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ? പടിഞ്ഞാറൻ വെയിൽ ഡയറക്റ്റ് മുഖത്തോട്ടാണ് കേട്ടോ അടിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഫ്രണ്ടോട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പുറത്തെ കാഴ്ചകൾ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു മുന്തിരിത്തോട്ടവും ഇന്നത്തെ ഈ യാത്രയും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും ഒക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പം എന്തെങ്കിലും നമുക്കിതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ നമുക്കതനുസരിച്ചിട്ട് വരുന്ന വീഡിയോസിനകത്ത് നമുക്ക് അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി. നിങ്ങളുടെ ഹെൽപ്പും സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വിജയം, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ. സോ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കുക. ഞാൻ മുമ്പേ ആണെങ്കിലും പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് അതിനകത്തൂടെ എന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതും ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. പുതിയ പുതിയ ഇൻഫർമേഷൻസൊക്കെ അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ അതിൽ കൂടെ ഞാൻ അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വഴി കാഴ്ചകൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് കുറച്ച് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.